ഇത് ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ ചിറ്റൂരപ്പനായി പരിലസിക്കുന്നത്. അതിനാൽ ഈ ക്ഷേത്രത്തിനെ തെക്കൻ ഗുരുവായൂർ അല്ലെങ്കിൽ ദക്ഷിണ ഗുരുവായൂർ എന്നൊക്കെ അറിയപ്പെടുന്നു. കൊച്ചി നഗരപരിധിയോട് ചേർന്ന് കിടക്കുന്ന ചേരാനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ചിറ്റൂർ എന്ന ദേശത്തിലാണ് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ മഹാവിഷ്ണു പ്രതിഷ്ഠയാണെങ്കിലും ശ്രീകൃഷ്ണ ഭാവത്തിലാണ് ഇവിടെ ഗുരുവായൂരപ്പൻ കുടികൊള്ളുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി പല കാര്യങ്ങളിലും സാമ്യം പുലർത്തുന്ന ഈ ക്ഷേത്രം തന്ത്രിമാർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിമാരായ ചേന്നാസ് മനക്കാർ തന്നെയാണ്. ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ അധീനതയിലായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. 4 ദിക്കിലും പെരിയാറിന്റെ കൈവഴികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദേശത്തിന്റെ ഒത്ത മധ്യത്തിൽ കിഴക്കോട്ട് ദർശനമായി ഭഗവാൻ ചിറ്റൂരപ്പനായി കുടികൊള്ളുന്നു. ക്ഷേത്രത്തിന് വലിയ നടപ്പുരയും ഗരുഡനെ ശിരസിലേറ്റുന്ന സ്വർണ്ണക്കൊടിമരവും അതിന് അപ്പുറം ബലിക്കൽപുരയും ഗുരുവായൂരിലേതുപോലെ തന്നെ ചതുരാകൃതിയിൽ തീർത്ത ഇരുനില ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടവും ഒക്കെ ശോഭിച്ചു നിൽക്കുന്നു. ഏകദേശം 4.5 അടിയോളം ഉയരമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം അഞ്ജനശിലയിൽ തീർത്തതാണ്. നാടുവാഴിമാരായിരുന്ന ചേരാനെല്ലൂർ സ്വരൂപത്തിന്റെ കുലപരദേവനായി ഭഗവാൻ ഇവിടെ എത്തിയതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. വളരെ പണ്ട് ചേരാനെല്ലൂർ സ്വരൂപത്തിന്റെ ഇളമുറക്കാരനായിരുന്ന ചേരാനെല്ലൂർ നാരായണൻ കർത്ത ശ്രീ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹം 10-12 വർഷത്തോളം അവിടെ താമസിച്ച് ഭഗവാനെ നിത്യവും ഭജിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചെത്തേണ്ട ഒരു അത്യാവശ്യം വന്നു. തറവാട്ടിലെ കാരണവർ മരിച്ചുപോയപ്പോൾ അടുത്ത കാരണവരായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു. അപ്പോൾ തീർച്ചയായും നാട്ടിലേക്ക് വന്നേ പറ്റൂ. ഭഗവാനെ വിട്ടുപിരിഞ്ഞു പോവുക എന്നതും ഭഗവാനെ കാണാതിരിക്കുന്നതും കർത്തയ്ക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അന്നു രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദൃശ്യം ഉണ്ടായി. അങ്ങ് വ്യസനിക്കുകയൊന്നും വേണ്ട, ഞാൻ എത്തിക്കോളാം. അങ്ങ് ധൈര്യമായി തറവാട്ടിലേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് ഒരു നല്ല സ്ഥലമൊക്കെ കണ്ട് പ്രതിഷ്ഠയ്ക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. എന്നിട്ട് മുഹൂർത്തവും കണ്ട് കാത്തിരുന്നോളൂ. പ്രതിഷ്ഠയുടെ സമയമാകുമ്പോൾ തന്ത്രി താനേ എത്തിക്കോളുമെന്ന് ആരോ പറയുന്നത് പോലെയായിരുന്നു ആ സ്വപ്നം. ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് തന്നോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്ന്. അതിൻ പ്രകാരം അദ്ദേഹം വേഗം തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹത്തിന് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അതിനടുത്ത് ഒരു കുളവുമുണ്ട്. അദ്ദേഹം ഓലക്കുടയും വെച്ചിട്ട് കുളിക്കാനിറങ്ങി. തിരിച്ചു വന്ന് ഓലക്കുട എടുക്കാൻ നോക്കിയപ്പോൾ കുട എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ എല്ലാമായ ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തിയിൽ മനസ്സലിഞ്ഞ് ഒപ്പം കൂടിയിരിക്കുന്നതാണ് എന്ന്. അതിൻ പ്രകാരം ആ ഭാഗത്ത് ക്ഷേത്രം പണിയാനും തീരുമാനിച്ചു. അഞ്ജനശിലയിൽ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാം റെഡിയാക്കി മുഹൂർത്തവും കുറിച്ച് തന്ത്രി വരുന്ന സമയവും കാത്തിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രതന്ത്രിയായ ചേന്നാസ് നമ്പൂതിരിപ്പാടിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ചേരാനെല്ലൂർ കർത്ത ക്ഷേത്രം പണിത് എല്ലാം തയ്യാറായി കാത്തിരിപ്പുണ്ടെന്നും മുഹൂർത്ത സമയത്ത് ചെന്ന് പ്രതിഷ്ഠ നടത്തി കൊടുക്കണമെന്നും അതിൻ പ്രകാരം ചേന്നാസ് നമ്പൂതിരിപ്പാട് ചിറ്റൂർ ദേശത്ത് എത്തിച്ചേരുകയും ഭഗവാനെ വിധിയാമണ്ണം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായതിനാൽ തെക്കൻ ഗുരുവായൂർ എന്ന് അറിയപ്പെടാനും തുടങ്ങി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാതരോഗം മാറാൻ ഗുരുവായൂർ നടയിലിരുന്ന് നാരായണീയം രചിച്ചതുപോലെ ചിറ്റൂർ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്ന് ത്വക്രോഗം മാറാനായി വീരകേരളവർമ്മ എന്ന കവി രചിച്ച കൃതിയാണ് ചിത്പുരേശ സ്തവം. 60 ദിവസം കൊണ്ടാണ് ഈ കൃതി പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ ത്വക്രോഗം മാറുകയും ചെയ്തു. ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് പൂജകൾ നടക്കുന്നത് ഇവിടെ. നാലമ്പലത്തിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശിവന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. സംഹാരമൂർത്തിയായ ശിവൻ ഉപദേവനായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ശിവന് ധാരയും അഭിഷേകങ്ങളും പ്രദോഷപൂജയും ഗണപതിക്ക് അപ്പവുമാണ് പ്രധാന വഴിപാട്. ശ്രീകോവിലിൽ മനോഹരമായ ശില്പങ്ങളും ധാരശില്പങ്ങളും കൊണ്ട് അലങ്കൃതമാണ്.
ദശാവതാരങ്ങളും ശ്രീകൃഷ്ണ ലീലകളുമൊക്കെ ചിത്രമായി അലങ്കരിച്ചിട്ടുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിൽ അയ്യപ്പസ്വാമിയുടെയും നാഗദൈവങ്ങളുടെയും കണ്ടംകുളങ്ങര ദേവിയുടെയും നാഗദൈവങ്ങളുടെ സമീപത്തായി ബ്രഹ്മരക്ഷസിൻ്റെയും പ്രതിഷ്ഠയുണ്ട്. ഗുരുവായൂരിലേതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചിറ്റൂർ ദേശത്തിൻ്റെ ആദ്യ ദേവതയായ കണ്ടംകുളങ്ങര ഭഗവതി ഉഗ്രരൂപിണിയായി ഭദ്രകാളി ദേവിയായി വടക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്ത് കാവിൻ്റെ അതേ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിനും ഇവിടെ ഉള്ളത്. നവരാത്രി ദേവിക്ക് വിശേഷ ദിവസങ്ങളാണ്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഇവിടെ ദേവിക്ക് കുരുതി നടത്തുന്നു. ഗുരുവായൂരിലേതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വിശാലമായ ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പേര് അഗ്നിഹോത്ര തീർത്ഥം എന്നാണ്. ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹം ലഭിച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ മതിലിന് പുറത്തായി ഹനുമൽ സ്വാമിയുടെ ക്ഷേത്രവുമുണ്ട്. നിത്യേന 3 പൂജകളും 5 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണിത്. ചിറ്റൂരപ്പന് അഭിഷേകം ചെയ്ത എണ്ണ സർവ്വരോഗ നിവാരണമായി വിശ്വസിക്കപ്പെടുന്നു. ആടിയ എണ്ണയ്ക്ക് പുറമെ അർച്ചനകൾ, തൃക്കൈവെണ്ണ, ചന്ദനമൊഴുക്കാപ്പ്, 12 നമസ്കാര നിവേദ്യങ്ങൾ, ഉദയാസ്തമയ പൂജകൾ, തുലാഭാരം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. പുലർച്ചെ 3 മണിക്ക് നിയമവെടിയോടെയും 7 തവണയുള്ള ശംഖുവിളിയോടെയും ഭഗവാനെ പള്ളി ഉണർത്തുന്നു. പിന്നെ നിർമ്മാല്യ ദർശനം, എണ്ണ അഭിഷേകം, വാഗച്ചാർത്ത്, ശംഖാഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, എതിരേറ്റ് ശീവേലി ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നു. പന്തീരടി പൂജ, ഉച്ചപൂജ, ഉച്ചശീവേലി എന്നിവ കഴിഞ്ഞാൽ 11 മണിയോടെ നടയടയ്ക്കുന്നു. പിന്നെ വൈകിട്ട് 4:30 നട തുറക്കുന്നു. അതിനുശേഷം ദീപാരാധന, അത്താഴപൂജ, അത്താഴ ശീവേലി, തൃപ്പുക എന്നീ ചടങ്ങുകൾ കഴിഞ്ഞ് രാത്രി 8:30 നട അടയ്ക്കുന്നു. മേടമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്കവണ്ണം കൊടിയേറ്റുത്സവം നടക്കുന്നു. വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി നാളിലെ ചിറ്റൂർ ഏകാദശി, പിന്നെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, മേടമാസത്തിലെ വിഷു എന്നിങ്ങനെയാണ് ഇവിടുത്തെ ആണ്ടുവിശേഷങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലെ ഇവിടെ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് ഇല്ല. തേര്, ഗരുഡവാഹനം എന്നിവയിലാണ് ശീവേലി എഴുന്നള്ളത്ത് നടത്തുന്നത്. ഇക്കാര്യത്തിലും ഐതിഹ്യങ്ങളുണ്ട്. കൃഷ്ണനെയും ബലരാമനെയും കൊല്ലുവാനായി കംസൻ അയച്ച കുവലയപീഠം എന്ന ആനയെ ഭഗവാൻ കൊലപ്പെടുത്തിയ ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. മുൻകാലങ്ങളിൽ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആന ചരിഞ്ഞ സംഭവവും പറയപ്പെടുന്നുണ്ട്. 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചിറ്റൂർ ദേശത്ത് ആനയെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും ഇതിനൊരു കാരണമാണ്. ഇവിടെ നരസിംഹ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണെന്നാണ് മറ്റൊരു ഐതിഹ്യം. 8 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നത്. 6 ദിവസത്തെ കഥകളി പ്രധാന വഴിപാടാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളായ കൂത്ത്, കഥകളി, കുറത്തിയാട്ടം തുടങ്ങിയ കലകൾ അതിൻ്റേതായ പ്രാധാന്യത്തോടെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ആധുനിക രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതല്ല. ചിറ്റൂരിൽ ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഭാവം മനസ്സിലാക്കിയ കൊച്ചിൻ രാജവംശം ചിറ്റൂർ ദേശവും ക്ഷേത്രവും പിടിച്ചെടുക്കുകയും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ രാജാവ് ക്ഷേത്ര ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം ഉള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പല ദേശങ്ങളിൽ പല ഭാവങ്ങളിലാണ് ഭക്തർക്ക് അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് കുടികൊള്ളുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ ചിറ്റൂരപ്പനായും. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തായി കൃഷ്ണന്റെ കാളിയമർദ്ദനത്തെ സൂചിപ്പിക്കുന്ന ഒരു ശില്പം സ്ഥാപിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററും നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററുമാണ് ഉള്ളത്. എറണാകുളത്ത് നിന്ന് ചിറ്റൂർ ക്ഷേത്രം ബസ്സും ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.